ഒരു കൂട്ടിനകത്താക്കിയ അവസ്ഥയായിപ്പോയി ഞങ്ങളിതിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക വരുന്നവരെ. ഞങ്ങളിവിടെ വിൽക്കുന്നത് ഫ്രഷ് മീനാണ്. മീൻ കണ്ടോ, അടിപൊളി മീനാണ്. ഈ മീൻ കൊല്ലത്തെ മീനാണ് കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത്. അവന് പുറത്ത് പറയുന്നത് ഞങ്ങൾ വരവ് മീനാണ് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. മന്ത്രി തന്നെ ഇടപെടണം. കാരണം മന്ത്രി ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കമ്പോളം ഉണ്ടാക്കിയിട്ടിട്ട് അത് നശിച്ചു പോകുന്ന സ്ഥിതിയായി വരിക. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുത്തൂർ മാർക്കറ്റ് ഇപ്പോൾ പഴയതുപോലെയല്ല. എല്ലാ പണികളും പൂർത്തിയാക്കി മികച്ച മാർക്കറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. കച്ചവടക്കാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിനു പിന്നാലെയായിരുന്നു മാർക്കറ്റിന്റെ പുനർനിർമ്മാണം. തുടർന്ന് പുതുക്കിപ്പണിത മാർക്കറ്റ് കഴിഞ്ഞ ഓഗസ്റ്റിൽ കച്ചവടക്കാർക്ക് തുറന്നു നൽകുകയും ചെയ്തു. കച്ചവടക്കാർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി കച്ചവടം ചെയ്യാനുള്ള അവസരമാണ് പുതിയ മാർക്കറ്റിനുള്ളിലുള്ളത്. എന്നാൽ മാർക്കറ്റിനുള്ളിൽ കച്ചവടക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കി നൽകിയപ്പോൾ അവർക്ക് തിരിച്ചടിയാവുകയാണ് പുറത്തെ കച്ചവടക്കാർ. മാർക്കറ്റിനു വെളിയിൽ വണ്ടികളിലും മറ്റും സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. മത്സ്യവും പച്ചക്കറികളും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇത്തരത്തിൽ മാർക്കറ്റിന് പുറത്ത് തന്നെ വിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ തങ്ങളുടെ കച്ചവടത്തിൽ വലിയ രീതിയിൽ കുറവുണ്ടായതായാണ് മാർക്കറ്റിനുള്ളിലെ കച്ചവടക്കാർ പറയുന്നത്. മാർക്കറ്റിനുള്ളിൽ വാടക നൽകി കച്ചവടക്കാർ ഇരിക്കുമ്പോൾ കച്ചവടം നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. മാർക്കറ്റിനുള്ളിൽ കച്ചവടം കുറയുന്നതിനാൽ മിക്കവരും പുറത്തിറങ്ങിയും കച്ചവടം ചെയ്യുന്നുണ്ട്. ഇവർക്ക് മാർക്കറ്റിനുള്ളിൽ ഇരിക്കുന്നതിന്റെ വാടക നൽകുകയും വേണം. പഴയ മാർക്കറ്റിന്റെ സ്ഥാനത്ത് പുതിയ മാർക്കറ്റ് വന്നതോടെ കച്ചവടക്കാർ ഏറെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ കച്ചവടത്തിലെ തിരിച്ചടി അവർക്ക് വെല്ലുവിളിയാവുകയാണ്. പുറത്ത് വണ്ടിയിലും മറ്റും സാധനങ്ങളുമായി എത്തുന്ന കച്ചവടക്കാരെ നിയന്ത്രിച്ചാലേ തങ്ങൾക്ക് കച്ചവടം നടക്കൂ എന്നാണ് മാർക്കറ്റിനുള്ളിലെ മിക്ക കച്ചവടക്കാരും അഭിപ്രായപ്പെടുന്നത്. ഇത് ഓണത്തിന് 2-3 ദിവസത്തിന് മുമ്പ് ഞങ്ങളിവിടെ കയറിയതാണ്. കച്ചവടമൊന്നുമില്ല. റോഡ് നിങ്ങളെ വണ്ടിക്കകത്ത് സാധനം കൊണ്ടുവന്ന ആൾക്കാർ വിൽക്കുന്നതുകൊണ്ട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഈ ചന്ത ഇവിടെ ഉണ്ടെന്നുള്ളത് ഭൂരിപക്ഷം ജനങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ കോടമണ്ണിൽ അടച്ചിട്ടേക്കുന്ന പോലെ ഇങ്ങനെ അടച്ചിട്ടേക്കുക. ആൾക്കാർ പൊഴിഞ്ഞു വരുന്നു, കച്ചവടമൊന്നും നടക്കുന്നുമില്ല. ഞങ്ങളിനി എന്ത് വേണമെന്ന് വിചാരിച്ചിരിക്കുക. പുറത്ത് ചാടിയാൽ എന്താണെന്ന് വിചാരിക്കുക. ഇതിനകത്തിരുന്നുകൊണ്ട് ഒരു ഗുണവും ഇല്ല. വാടകയും കാര്യങ്ങളൊക്കെ അന്നന്ന് വന്ന് പിരിക്കുന്നു. 50 രൂപ വീതം ഞങ്ങൾ കൊടുക്കുന്നു. കച്ചവടക്കാരെല്ലാം ശരിക്കും റോഡിൽ വണ്ടിക്കകത്ത് സാധനങ്ങൾ വരുന്നുണ്ട്. അത് വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളിതിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക വരുന്നവരെ. എന്ത് വേണമെന്ന് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവണം. ഞങ്ങൾ പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയാൽ കച്ചവടം നടക്കും. എല്ലാവരും രക്ഷയില്ല. കച്ചവടമൊക്കെ വെറും മോശം. ആൾ കയറുന്നില്ല അമ്പളത്തിൽ. വെറും മോശമാണ്. അന്ന് ആളുണ്ടായിരുന്നു. പിന്നെ ആൾ പൊതുവേ മോശമായിരുന്നു. മുക്കിന് മീനൊക്കെ ഉണ്ടായിട്ടുണ്ട് ജംഗ്ഷനിൽ. ഇവിടുത്തെ കാര്യം ഇവിടെ പൊതുവെ ആൾ കയറുന്നില്ല. വരിയോര കച്ചവടക്കാർ മുക്കിന് മീനും ഉണ്ടായിട്ട് അമ്പലത്തിൽ ആൾ കയറാത്ത. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ പോകണ്ടേ. പക്ഷേ ആൾ കയറുന്നില്ല അമ്പലത്തിൽ. പൊതുവെ മോശമാണ്. എല്ലാവർക്കും മോശമാണ്. അതിനകത്ത് ആളും പേരൊന്നുമില്ല. വന്നിരുന്ന് ഞങ്ങൾ ഉറങ്ങി കടം കയറി കഷ്ടപ്പെടുക. വാടക കൊടുക്കുന്നു. അന്നും എനിക്ക് അറിഞ്ഞൂടാ. പുറത്തൊക്കെ കച്ചവടമുണ്ട്, ഇവിടെങ്ങും കച്ചവടമില്ല. എന്നാൽ മാർക്കറ്റ് ഇപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞ മാർക്കറ്റാണ്. മാർക്കറ്റ് പണിഞ്ഞിട്ട് 3 മാസമായി. പക്ഷേ ഇപ്പം പണ്ടൊക്കെ ഞാൻ 10-13 വർഷമുള്ള കച്ചവടക്കാരനാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ വേറും കച്ചവടം മോശമാണ്. വെറും സാധാരണക്കാരായിരിക്കുന്നത്. എന്നുവെച്ചാൽ അബദ്ധങ്ങളെല്ലാം ഒരു കിലോ അരി വാങ്ങിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം കഴിയും തോറും ആൾ കുറഞ്ഞു വരുവാണ്. ഈ പുറത്തെല്ലാം കച്ചവടക്കാരാണ്. വണ്ടിക്കാർ കൊണ്ടിട്ട് ഗേറ്റിൻ്റെ വാതിൽ കൊണ്ടിട്ട് കച്ചവടം ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേര് ഇറങ്ങി പുറത്ത് പോയി. പിന്നെ അതുകൊണ്ട് ഇതിനകത്ത് ഈ ഇരിക്കുന്ന കച്ചവടക്കാരേ ഉള്ളൂ. പക്ഷേ അത് ഇല്ല, കച്ചവടമില്ല. 5-6 പേര് മീൻ മേടിക്കാൻ വരും. എല്ലാം ഒരു കച്ചവടമല്ല, എല്ലാ കച്ചവടവും പൊതുവേ മോശമാണ്. സാധനങ്ങളുടെ വിലയായാലും പിന്നെ നിങ്ങൾക്ക് എല്ലാം കൊണ്ട് എല്ലാവർക്കും ഇതിനകത്ത് കുറച്ച് സ്ഥലമാണ്. അവരെല്ലാം കുറച്ച് പേര് ഇറങ്ങിപ്പോയി. ഇതിനകത്ത് കച്ചവടം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേര് ഇറങ്ങിപ്പോയി. അല്ല, അവർ വാടക കൊടുക്കും. വാടക വാങ്ങി ചന്തക്കണ്ടൊക്കെ എന്തായാലും വാടക മേടിക്കാതിരിക്കത്തില്ല. ഞങ്ങളൊക്കെ അവർ വാങ്ങിച്ചോണ്ട് പോകും. പിന്നെ നമുക്കിവിടെ വണ്ടിക്കാർ കൊണ്ടിട്ട് വാടക കൊണ്ടിട്ട് വിൽക്കും. ഞങ്ങളുടെ അവസ്ഥ, ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റെല്ലാം അടിപൊളിയായിട്ട് പണിഞ്ഞെല്ലാം വൃത്തിയാക്കിയിട്ട്, പക്ഷേ വെളിയിലെല്ലാം തട്ടുകളും ലൈസൻസുകളും കടകളുടെ ലൈസൻസുകളെല്ലാം കൊടുത്തതിന് ശേഷം ഈ മാർക്കറ്റിൽ ആളില്ല.
ഞങ്ങളിവിടെ വിൽക്കുന്നത് ഫ്രഷ് മീനാണ്. മീൻ കണ്ടോ, അടിപൊളി മീനാണ്. ഈ മീൻ കൊല്ലത്തെ മീനാണ് കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത്. അവന് പുറത്ത് പറയുന്നത് ഞങ്ങൾ വരവ് മീനാണ് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഈ മീൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി എങ്ങനെയുണ്ടെന്ന്. അതായത് ഇപ്പോൾ 1.5 കിലോ ചാള 100 രൂപയാണ്. ഇത് ഒരു വലിയ അയില 1 കിലോ 150 രൂപ, ചെറിയ അയില 1 കിലോ 100 രൂപ. അതെ, ഈ ചെറിയ അയില എന്ന് പറഞ്ഞാൽ 1 കിലോ 100 രൂപ, വലിയ അയില എന്ന് പറഞ്ഞാൽ 1 കിലോ 150 രൂപ. കേട്ടോ, ആൾ പറഞ്ഞതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. വെളി ഇപ്പം അവിടെ കിട്ടുന്ന വിലയ്ക്കെല്ലാം മീൻ വെളി വിൽക്കുന്നത് 60 രൂപ 1 കിലോ മത്തിക്ക് അവിടെ വിലയാണെങ്കിൽ 2 കിലോ മത്തി 100 രൂപയ്ക്ക് വിൽക്കാൻ നമുക്ക് കിട്ടത്തില്ല. ഇവിടെ വരുമ്പോൾ 1 കിലോ മത്തിക്ക് 100 രൂപ, ഇവിടെ വരുമ്പോൾ റേറ്റ് ആവും. അത് നമുക്ക് 2 കിലോ 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അതിന് നമുക്ക് അറിയാൻ വയ്യ. അത് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ലൈസൻസ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ചിലപ്പോൾ ലൈസൻസ് കാണാം, ചിലപ്പോൾ ലൈസൻസ് ഇല്ല എന്ന് പറയാം. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ എത്ര കുടുംബങ്ങളാണ് ഇവിടെ നാശമായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഈ സർക്കാർ മുൻകൈ എടുക്കണം. ഈ കടകളിലൊക്കെയുള്ള ലൈസൻസ് കട്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് വരട്ടെ, ഒരു മാർക്കറ്റ് വന്നിരുന്ന് വിറ്റോട്ടെ, അതിന് വിഷയമൊന്നുമില്ല, നമുക്ക് യാതൊരു വിഷയമില്ല. അതെ, ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു മുതലാളി മീൻ കൊണ്ടുവരും. ഞങ്ങൾ 7-8 തൊഴിലാളികൾ കാണും. അത് 8 വീട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ 8 കുടുംബം കഴിയുന്നതാണ്. അവിടെ പുറത്തൊക്കെ ഈ വണ്ടിക്കകത്ത് കൊണ്ടിട്ട് 2 കിലോ 3 കിലോ കൊടുക്കുന്നതെന്ന് പറയുന്ന ഒരു വീട് കഴിയാനാണ്. ഇതെന്ന് വെച്ചാൽ കമ്പോളത്തിൽ ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു മുതലാളി മീൻ കൊണ്ടുവരും, 7-8 തൊഴിലാളികൾ കാണും. അവർ 7-8 വീട് കഴിയാൻ വേണ്ടി വരുന്നതാണ്. ഞങ്ങൾക്കിപ്പം കച്ചവടവും ഇല്ല, ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുക. ഒരു പരിഹാരം കാണാം. ഈ പഞ്ചായത്തുകാർ അവർക്ക് ലൈസൻസ് കൊടുത്തോ ഇല്ലയോ അതൊന്നും നമുക്കറിയത്തില്ല. ഈ ചന്തയ്ക്ക് തൊട്ടടുത്ത് മൊത്തം കച്ചവടമാണ്. ഉദിയിൽ ഈ ചന്തയിൽ നിന്ന് അപ്പുറത്തോട്ട് മാറി എല്ലാ സാധനങ്ങളും, മീൻ, ഇറച്ചി, പച്ചക്കറി, ഇതെല്ലാം കച്ചവടമുണ്ട്. അപ്പോൾ തൊട്ടടുത്തൊരു ചന്ത ഇത്രയും കോടികൾ ചിലവാക്കി ഈ ഒരു ചന്ത ഉണ്ടാക്കിയിട്ടിട്ട് ഒരു 2 കിലോമീറ്റർ പോലും വ്യത്യാസമില്ല. അപ്പുറത്ത് ഒരു ചന്ത. മന്ത്രി തന്നെ ഇടപെടണം. കാരണം മന്ത്രി ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കമ്പോളം ഉണ്ടാക്കിയിട്ടിട്ട് അത് നശിച്ചു പോകുന്ന സ്ഥിതിയായി വരിക. കാരണം എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ ഇറച്ചി, മീൻ, പച്ചക്കറി എല്ലാ സാധനങ്ങളും 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ കമ്പോളത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ കമ്പോളത്തിൽ ആളില്ല. ഇത്രയും ഈ ഇരിക്കുന്ന കച്ചവടക്കാർ ഈ പച്ചക്കറി അതും ഇത് ഈ മീൻ എല്ലാം കൊണ്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുക. പുത്തുചന്തയിൽ 2 വാതിലുണ്ട്. ഒരു വാതിൽ നിന്ന് അടച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അന്നേരം പോകും. ബാക്കിയുള്ള കച്ചവടക്കാർക്ക് ആർക്കും യാതൊരു ഫലവുമില്ല. പച്ചക്കറിക്കാരും വരുന്ന വഴിക്ക് ആ ഒരു വാതിൽ ആ വാതിലൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് പച്ചക്കറിക്കാർക്ക് കച്ചവടം നടക്കും. മീൻ മേടിക്കും, അതുവഴി പോകും. മറ്റുള്ള കച്ചവടക്കാർക്ക് യാതൊരു ഫലവുമില്ല. ഉണക്കമീൻ ഇരിക്കുന്നു, മറ്റ് ഐറ്റങ്ങളെല്ലാം ഇരിക്കുന്നു. യാതൊരു ഫലമില്ലാത്ത സ്ഥിതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് അതെ ആ ഒരു വാതിൽ അടയ്ക്കുക. ഈ വാതിൽ തുറക്കുക. അപ്പോൾ ഈ വരുന്ന വഴിക്ക് എല്ലാവർക്കും പ്രയോജനമുണ്ടത്. പച്ചക്കറി മേടിക്കാം, ഉണക്കമീൻ മേടിക്കാം, മറ്റ് എല്ലാ സാധനങ്ങളും മേടിക്കാതെ മീൻ മേടിച്ചിട്ട് അതുവഴി വരുന്ന വഴിക്ക് അതെ മീൻ ഇറക്കിയിട്ട് ആ വാതിൽ അടയ്ക്കുക. അപ്പോൾ വരുന്ന വഴിക്ക് ഉണക്കമീൻ മേടിക്കാം, മറ്റ് സാധനങ്ങൾ മൊത്തം മേടിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ദയവായിട്ട് നമ്മുടെ ഈ സർക്കാർ ഇതിന് എന്തെങ്കിലും വേണ്ടി ഒന്ന് ചെയ്യണമെന്ന്.